അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ വായോ ദേ എപ്പോഴും എല്ലാവരും ചോദിക്കത്തില്ലേ എണ്ണയില്ലാത്ത മീൻ ഫ്രൈ. ഇത് കേര കഷ്ണമാണേ. ഞാനിത് പൊരിച്ച ചട്ടി തന്നെയാണ്. ഇത് കണ്ട, ഇത് നാളത്തെ എൻ്റെ വീഡിയോയിൽ ഇടാം കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എണ്ണ. പിന്നെ നമുക്ക് ചോറെടുക്കാവേ. അന്ന് ആ വണ്ണം ഉള്ളിടം മുതൽ ഇന്ന് ഈ നിമിഷം വരെ പറയാണ്, ഞാൻ വൈറ്റ് റൈസ് ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ഞാൻ വൈറ്റ് റൈസ് കഴിച്ചുകൊണ്ടുള്ള ഡയറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതാണ് എൻ്റെ ഇത്രയും ഹെൽത്തി ആയിട്ടിരുന്നത്. ഇത് പയറും അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടില്ലേ, വാഴച്ചുണ്ട്, അതും കൂടെ തോരൻ വെച്ചതാണേ. വാഴ ദേ. പിന്നെ നമ്മുടെ എപ്പോഴത്തെയും സ്പെഷ്യൽ മുളക് കറി. മുളക് കറിയുള്ള ദിവസം അല്ലെങ്കിലും ചോറ് തിന്നാൻ ഭയങ്കര ഒരു ഇഷ്ടം തന്നെയാണ്. മീൻ ഫ്രൈയും എടുത്തിട്ടുണ്ടേ. ഓ, സ്പൂണിനെ കോരിയിട്ട് കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം കൈയിട്ട് കോരിയെന്നും പറഞ്ഞുകൊണ്ട് പള്ളായിരുന്നു. ഞാൻ എൻ്റെ ചട്ടി കൈയിട്ട് വാരിന് ആർക്കാണോ ഒരാൾക്ക് ഭയങ്കര അറപ്പ് തോന്നി. അപ്പോൾ വെളിയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നവരെ സമ്മതിക്കണമല്ലേ. ബംഗാളികളൊക്കെ ഇട്ട് ഇളക്കിയ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് യാതൊരുവിധ മടിയില്ലാതെ തട്ടുകടയിൽ നിന്നാണേലും എവിടെ നിന്നാണേലും കഴിക്കും. നമ്മൾ നമ്മുടെ ചട്ടിയിൽ നമ്മളിട്ട് നമുക്ക് കഴിക്കാനുള്ളതിൽ തന്നെ ഒന്ന് കൈയിട്ട് ഒരു ഫ്രൈ പീസ് എടുത്തതിനാണ് എന്നാന്ന് അങ്ങനെ പറഞ്ഞത്. ദേ, അപ്പോൾ ഗ്രീക്ക് യോഗട്ടും മുളക് കറിയും നമ്മുടെ ചുണ്ട് തോരനും എല്ലാം കൂടെ ചേർത്ത് എടുക്കട്ടെ ഒരു പിടി. ഇതേ അപ്പം ഇന്നത്തെ എൻ്റെ ലഞ്ച് സ്പെഷ്യൽ ഇങ്ങനെയാണ്. അപ്പം എണ്ണ അധികം ചേർക്കാതെ എടുക്കുന്ന ഈ ഫ്രൈ കുരുമുളകിട്ട് നല്ല ഒന്നാന്തരമായിട്ട് വെന്ത ഫ്രൈ ആണ് കേട്ടോ. അതെ, എണ്ണയൊന്നും അധികം ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തതല്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നാളെ ഇടാം. അപ്പം ടാറ്റാ.